Hello students, welcome to EduScore channel. So ഇന്ന് നമ്മൾ തേർഡ് പാർട്ട് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ സിക്സ്ത്തിൻ്റെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ അഥവാ ഫസ്റ്റ് 2 പാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് അത് നോക്കിയാൽ 6th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സബ്ജക്ട്സിൻ്റെ വീഡിയോസും കാണാൻ പറ്റും. സോ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചീക്ക് സെൽസ് എങ്ങനെയാണ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കാണാൻ ഉണ്ടാവുക എന്ന് കണ്ടിരുന്നു. ഇഫ് യു ഹാവ് നോട്ട് സീൻ, ഇതാണ് ഈ പിക്ചറിലുള്ളതാണ് നമ്മളെ വായിൻ്റെ അകത്തു നിന്നും എടുത്ത സെൽസിൻ്റെ ഷേപ്പ്. അത് ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് നമ്മുടെ ബോഡിയിൽ ഓരോ സ്ഥലത്തു നിന്നുള്ള ഓരോ ടൈപ്പ് ഓഫ് സെൽസ്, ബ്ലഡ് സെൽസ്, നെർവ് സെൽസ്, മസിൽ സെൽസ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. സോ ആ സെൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇസ് ദ ഷേപ്പ് ഓഫ് ഓൾ ദി സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ചീക്ക് സെൽസ്? സോ നമ്മൾ ചീക്ക് സെൽസിൻ്റെ ഫോട്ടോ കണ്ടിരുന്നല്ലോ. സോ അതേപോലെയാണോ നമ്മളെ ബോഡിയിലുള്ള ഓരോ ടൈപ്പ് ഓഫ് സെൽസും? നമ്മൾ ഫുൾ ബോഡി വെറും ആ ചീക്ക് സെൽസ് പോലത്തെ ടൈപ്പ് ഓഫ് സെൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? അല്ല. സോ ലൈക്ക് ഐ സെഡ്, there are different types of cells. So we will prove that with the help of this activity. Try to do this activity. Take this slide of blood cells from the school lab and observe it through a microscope. Is the shape of these cells similar to the cheek cells which we observed earlier? Identify the cells given below and name them. സോ നിങ്ങൾ സ്കൂളിൽ ഇത് ലാബിൽ നടക്കും. ഞാൻ റിയൽ പിക്ചറും നിങ്ങൾക്ക് ഇടാം. ഒരു ബ്ലഡിൻ്റെ സെല്ലിൻ്റെ സ്ലൈഡ് എടുക്കുക. നമ്മൾ സ്കൂൾ ലാബിൽ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും എടുത്തിട്ട് ഓൾറെഡി സെറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ബ്ലഡ് സെല്ലിൻ്റെ സ്ലൈഡ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുക. സോ യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് ഈ സെൽസിൻ്റെ ഷേപ്പ് വേറെ രീതിയിലുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാമല്ലോ ഈ റെഡ് കളർ, പിങ്ക് ആൻഡ് പർപ്പിൾ കളറായിട്ടുള്ള ഈ സെൽസാണു നമ്മളെ ബ്ലഡ് സെൽസ്. അപ്പോൾ ഇപ്പോഴത്തുള്ള ബ്ലൂ കളർ സെൽസ് ഏതാണോ അതാണ് നമ്മളെ ചീക്സിന് എടുത്ത സെൽ. നേരത്തെ നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ കളർ മാറാൻ കാരണം നമ്മൾ മിഥിലിൻ ബ്ലൂ അല്ലേ ഇവിടെ യൂസ് ചെയ്തത്. അപ്പം നമ്മൾ ഡൈ മാറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ പെയിൻറ്റ് ഓർ ദ കളർ. സോ ദ കളർ നമ്മൾ ആ സെല്ലിൻ്റെ മേലെ ഇടുന്നത് മാറ്റുകയാണെങ്കിൽ ആ സെല്ലിൻ്റെ കളർ മാറും നമ്മളിങ്ങനെ കാണുമ്പോൾ. അല്ലാണ്ട് ആ സെല്ലിൻ്റെ ഒറിജിനൽ കളർ ഈ പർപ്പിൾ കളർ അല്ല. അതേമാതിരി ഈ സെല്ലിൻ്റെ ഒറിജിനൽ കളർ ഈ ബ്ലൂ കളർ അല്ല. ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ദ സ്റ്റെയിൻ അല്ലെങ്കിൽ ഡൈ അല്ലെങ്കിൽ കളർ, നമ്മളിടുന്ന കളർ, അതാണ് ഈ കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാണ്ട് നമ്മളെ ബോഡിയിലുള്ള സെൽസ് ബ്ലൂ കളറാണെന്നല്ല. ഓക്കെ. So there are different types of cells in the human body. This is muscle cell, this is neuron. So മസിൽസിൽ നമ്മളെ ബോഡിയിൽ ഇഷ്ടംപോലെ മസിൽസ് ഉണ്ട്. ഈ മസിൽസ് കാരണമാണ് നമുക്ക് കൈയും കാലും ഒക്കെ ഒന്ന് ഇളക്കാൻ പറ്റുന്നത്. നമ്മളെ നമ്മളെ ബോഡീൻ്റെ ഏത് പാർട്ട് ഇളക്കണമെങ്കിലും വി നീഡ് മസിൽ സെൽസ്. ആൻഡ് മസിൽ സെൽസ് ഫോം മസിൽസ്. നമ്മുടെ ബോഡിയിലെ ഏത് പാർട്ട് ഇളക്കണമെങ്കിലും വി നീഡ് മസിൽസ്, ആൻഡ് മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മസിൽ സെൽസ്. ജസ്റ്റ് ലൈക്ക് ഹൗ ബ്ലഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്ലഡ് സെൽസ്, മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മസിൽ സെൽസ്. സോ നമ്മൾ മസിലിൻ്റെ അകത്തുള്ള ടൈപ്പ് ഓഫ് സെല്ലാണ് ഈ റെഡ് കളർ. അവരുടെ ഷേപ്പ് ഇങ്ങനെ ഒരു നല്ല കൂർത്ത പോലത്തെ ഒരു ഷേപ്പാണ്. ഞാൻ ഇനി ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. സോ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാമല്ലോ. സോ ഈ രീതിയിലാണ് മസിൽ സെൽ ഉണ്ടാവുക കാണാൻ. സോ ന്യൂറോൺ, വാട്ട് ഈസ് ന്യൂറോൺ? നമ്മളെ ബ്രെയിനിൻ്റെ അകത്തുള്ള സെൽസ് ഇല്ലേ, നമ്മളെ ബ്രെയിൻ എന്താ ചെയ്യുക? നമ്മളെ ബ്രെയിൻ നമ്മളെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മളെ ബോഡിയിലേക്ക് മെസ്സേജസ് അയക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനെ നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കില്ല, ഞാൻ ഗ്ലാസ് കൈകൊണ്ട് എടുക്കാൻ പോകാമെന്നു. സോ ആ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ആ വിചാരം ബ്രെയിനിലാണ് നടക്കുന്നത്. അത് നിങ്ങൾ കയ്യിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളെ മസിൽ സെൽസ് വർക്കാവട്ടെ എന്ന രീതിയിൽ. എന്നിട്ട് ആ മസിൽ സെൽസ് വർക്കായി നിങ്ങൾ ഗ്ലാസ് എടുക്കും. അങ്ങനെയാന്നു ഓരോ മെസ്സേജസ് നമ്മൾ ആലോചിക്കുന്നത് പലതും അത് നമ്മൾ മെസ്സേജസ് ആയിട്ട് ബ്രെയിനിൽ നിന്ന് നമ്മളെ ബോഡി പാർട്സിലേക്ക് വരുന്നതാണ്. സോ
ഇതൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. മൈക്രോ സെക്കൻഡ്സ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ ഗ്ലാസ് എടുത്തു അതെല്ലാം കൂടി 5 മിനിറ്റ് എടുക്കും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇറ്റ് ടേക്സ് വെരി വെരി ലെസ്, മൈക്രോ സെക്കൻഡ്സ്, മില്ലി സെക്കൻഡ്സിലാണ് നടക്കുന്നത്. മില്ലി സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡ് 1000th ഭാഗം അങ്ങനെയാണ്. സോ അത്രയും പെട്ടെന്നാണ് ഇതൊക്കെ നടക്കുന്നത്. സോ ഈ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ്, ട്രാൻസ്മിഷൻ ഓഫ് ആക്ഷൻ മെസ്സേജസ് ഓർ ട്രാൻസ്മിഷൻ ഓഫ് എനി കൈൻഡ് ഓഫ് മെസ്സേജസ് നമ്മളെ ബ്രെയിനിൽ നടക്കുന്നത് ദാറ്റ് ഹാപ്പൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് നമ്മളെ ബ്രെയിൻ സെൽസ് ഓർ നെർവ് സെൽസിനെ നമ്മൾ ന്യൂറോൺസ് എന്നാണ് പറയുക. ന്യൂറോണിൻ്റെ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും, ഇതൊരു വളരെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സെല്ലാണ് അല്ലേ. നമ്മൾ സാധാരണ കണ്ട സെല്ല് ഒരു ഷേപ്പ് ഉണ്ടാവും, സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മസിൽ സെല്ല് ഒരു വേറെ ഒരു പ്രത്യേക ഷേപ്പ്, അങ്ങനത്തേൽ ഒരു നടുവിലൊരു കുത്ത്. ആ നടുവിലെ കുത്ത് എന്താണെന്നു ന്യൂക്ലിയസ് ആണ്, നിങ്ങളതിപ്പം പഠിക്കുന്നതാണ്. സോ അത്രയും സിമ്പിളാണ്. ബട്ട് ഈ ന്യൂറോൺ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ന്യൂറോണിൽ നിങ്ങൾക്ക് കാണാം കുറേ ബ്രാഞ്ചസ് മാതിരി, ഇങ്ങനെ കുറേ എന്താ പറയുക ചെറിയ ചെറിയ പാർട്സ് ഉണ്ട് ഇവിടെ എഡ്ജസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് കുറച്ച് നീളമുണ്ട്, കുറച്ച് നീളം അധികമാണ്. സോ അതെന്താ നമ്മളെ ബോഡിയിലുള്ള മെസ്സേജസിനെ വേഗം വേഗം ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. ഈ എഡ്ജിൽ നിന്നും ആ എഡ്ജ് വരെ, ഈ എൻഡിൽ നിന്നും ആ മറ്റേ എൻഡ് വരെ മെസ്സേജ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ആവും, അതിൽ നിന്നും വേറെ സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. അത് വേഗം വേഗം ട്രാൻസ്മിറ്റ് ആവേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് ഉള്ളത്. സോ ന്യൂറോണിൻ്റെ ഡ്രോയിങ് നിങ്ങൾ എന്തായാലും ഓർമ്മിക്കണം, ആൻഡ് മസിൽ സെല്ലിൻ്റെ ഡ്രോയിങ്ങും നിങ്ങൾ എന്തായാലും ഓർമ്മിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ദ മേജർ പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇതാണ്. ഇനിയും പല ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, ബട്ട് ദീസ് ആർ ദ വൺസ് ദാറ്റ് യു വിൽ ബി സ്റ്റഡിങ് റൈറ്റ് നൗ. So these are different types of cells like these. So there are different types of cells like these in multicellular organisms. So നമ്മൾ സെൽസ് എങ്ങനെയാണെന്ന് കാണാനെന്നൊക്കെ നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ സെല്ലിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസ് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതല്ലാണ്ട് വേറെ എന്തൊക്കെയാണെന്ന് ഈ സെല്ലിൻ്റെ അകത്തുള്ളത്? ബേസിക് ആയിട്ടുള്ള സംഭവം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻസൈഡ് ദ സെൽ. Now we have learned about different kinds of cells. There are certain common components in all cells. Examine the figure of the animal cell and note down the parts of the cell in your science diary. So നമ്മളിപ്പം പഠിച്ചു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടെന്ന്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടെങ്കിലും ഈ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിൻ്റെ അകത്ത് ഒരു കോമൺ എലിമെൻ്റ് ഉണ്ട്, ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് നമുക്ക് ഈ ഡയഗ്രാമിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ആനിമൽ സെല്ലിൻ്റെ ഈ ഡയഗ്രാമാണ് ഇവർ തന്നിരിക്കുന്നത്. ഇതിന് ഒരു റൗണ്ട് ഷേപ്പാണ്. അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ഒരു സെൻറ്റർ, ഒരു ഡാർക്ക് ഏരിയ കാണാൻ പറ്റും, വിച്ച് ഇസ് ന്യൂക്ലിയസ്. ആ സെൽസിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഒരു ഡോട്ട്സ് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നോ? ഇവിടെ ഈ നടുവിലൊരു ഡോട്ടില്ലേ, അതാണ് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമല്ലേ സെല്ലിൻ്റെ ലൈനിങ് എന്ന് പറയാം നിങ്ങൾക്ക്. ആ ലൈന് നിങ്ങൾ ഡ്രോ ചെയ്യുന്നില്ലേ, സെല്ല് ഡ്രോ ചെയ്യുമ്പോൾ സർക്കിൾ ഡ്രോ ചെയ്യുന്നില്ലേ, ആ സർക്കിൾ, ആ പുറത്തുള്ള ലൈൻ, ആ സർക്കിളാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ പറഞ്ഞാൽ സെല്ലിൻ്റെ ലൈനിങ്. ഓക്കെ, സോ അതിൻ്റെ ഒരു കവറിങ് എന്ന് വേണമെങ്കിൽ കരുതാം. സോ ആ സെൽ മെംബ്രെയിനിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും നടുവിലുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയാം. സൈറ്റോപ്ലാസം ഒരു ചെറിയൊരു ലിക്വിഡ് ടൈപ്പ് ഏരിയ ആണ്. അതാണ് ഈ മെയിൻ 3 കോമ്പണൻസ് ആണ് ഒരു സെല്ലിൻ്റെ. ഇത് എല്ലാ സെൽസിലും കോമൺ ആണ്. സോ ഇറ്റ് ഈസ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം നടുവുള്ള ഭാഗം, ആൻഡ് ന്യൂക്ലിയസ് വിച്ച് ഇസ് ദ ഏറ്റവും നടുവിലുള്ള ഡാർക്ക് ആയിട്ടുള്ള റീജിയൻ. So these are the 3 main components of the cell which are present in every cell. So nucleus, cytoplasm, cell membrane, etc. are some of the important parts of a cell. Nucleus is the center of the cell. Nucleus is the brain of the cell. Okay. Cell membrane is the covering of the cell. അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിങ്. സെല്ലിനെയും പുറത്തുള്ള ഭാഗത്തിനെ പറഞ്ഞാൽ സെല്ല് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ആ സെല്ലിൻ്റെ പുറത്തുള്ള ഭാഗത്തിനെ അകത്തുള്ള ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സംഭവമാണ് സെൽ മെംബ്രെയിൻ. സോ ആ സൈറ്റോപ്ലാസത്തിനെയും ഔട്ടർ എൻവിറോൺമെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ സെൽ മെംബ്രെയിൻ.
The matrix filled inside the cell membrane is the cytoplasm. ആ നടുവിലുള്ള സംഭവമാണ് cytoplasm. Draw the different figures in your science diary and label the parts. So if you are maintaining a science diary, that's very good. So നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതുക എന്തൊക്കെ ടൈപ്സ് ഓഫ് സെല്ലാണുള്ളത് അത് എഴുതുക. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് സെല്ലിൻ്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണ് അതിനെ ഡ്രോ ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ദിസ് ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ മാർക്ക് ചെയ്തോളൂ. ആൻഡ് ദിസ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ആ പാരഗ്രാഫിലെ അൺടിൽ സൈറ്റോപ്ലാസം മെംബ്രെയിൻ ഇസ് ദ സൈറ്റോപ്ലാസം എന്നുള്ളത് ആ പാരഗ്രാഫ് ഫുൾ ഓൺ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് മാർക്ക് ദാറ്റ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ രണ്ട് സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് വൈറ്റ് ബ്ലഡ് സെല്ലാണ്, ഇത് ചീക്ക് സെല്ലാണ്. വൈറ്റ് ബ്ലഡ് സെല്ല് നിങ്ങൾക്ക് കാണാമല്ലോ, ന്യൂക്ലിയസ് കുറച്ച് വലുതാണ് അല്ലേ. ചീക്ക് സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഇവിടെ കുറച്ച് വലുതാണ്. വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് അനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നൗ വാട്ട് അബൌട്ട് ദ പ്ലാന്റ് ബോഡി? നമ്മൾ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആനിമൽസും ഹ്യൂമൻസും എല്ലാവരും. സോ നമ്മളൊക്കെ ബോഡി സെൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ പ്ലാന്റ്സ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? എന്താണ് അവരെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്? ഓഫ് കോഴ്സ് അവരതും സെൽ തന്നെയാണ്. വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ഇറ്റ്. പ്ലാന്റ് ബോഡി. ലെറ്റ് us examine a part of a plant. Observe the onion peel through a microscope. Draw the outline of the shape you have observed in your science diary. Compare it with the figure given below. So, ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു ഓണിയൻ പീലിനെ പറ്റി. സോ ഓണിയൻ പീലിൻ്റെ പിക്ചർ ഞാൻ ഇട്ടിരുന്നു. ഓണിയൻ പീൽ പറഞ്ഞാൽ എന്താ? നമ്മൾ ഉള്ളീൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് നമ്മളൊരു ഉള്ളി കഷ്ണത്തിന് അങ്ങനെ പൊട്ടിച്ചാൽ നിങ്ങൾക്കൊരു വളരെ തിന്നായിട്ടൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് സംഭവം കാണാൻ പറ്റും. അതിനെ നിങ്ങളിങ്ങനെ സൺലൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുഞ്ഞു ഓട്ടോമാര് കാണാൻ പറ്റും കണ്ണുകൊണ്ട് തന്നെ, വെറും കണ്ണുകൊണ്ട് തന്നെ സോ അതിനെ നിങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ സ്റ്റെയിൻ ഇട്ട് ഡൈ ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സെൽസ് കാണാൻ സാധിക്കും. ആ സെൽസ് ഒരുവിധം റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. സോ അതിൻ്റെ ഡയഗ്രാം ആണ് ഇവിടെ തന്നത്. സെൽസ് ഓഫ് ഓണിയൻ പീൽ. ഈ ബ്ലൂ കളറിൽ ഓൾമോസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, എക്സാക്ട്ലി ഒരു സർക്കിളിൻ്റെ ഷേപ്പിലല്ല, ഒരുവിധം റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. ഞാൻ അതിൻ്റെ വേറെ പിക്ചറും ഇൻസേർട്ട് ചെയ്യാം, നിങ്ങളത് കണ്ടോളൂ. സോ അതാണ് നമ്മൾ ഓണിയൻ പീലിൻ്റെ സെല്ല്. അപ്പോൾ സെല്ല് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാം? സെൽ മെംബ്രെയിൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഔട്ടർ ലൈനിങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നടുവിൽ ഡോട്ട്സ് ഉണ്ട്. ഡോട്ട്സ് പറഞ്ഞാൽ എന്താണു? ന്യൂക്ലിയസ് ആണ്. പിന്നെ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൽ മെംബ്രെയിൻ്റെ നടുവിലുള്ള ഏരിയ സൈറ്റോപ്ലാസം ആണ്. സോ ഈ മെയിൻ കോമ്പണൻസ് നമ്മളെ സെൽസിൽ ഉണ്ട്, പക്ഷേ പ്ലാന്റ് സെൽസിലും ഉണ്ട്. സോ പക്ഷേ നിങ്ങൾ വേറെ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ? ഈ ഓണിയൻ പീലിൻ്റെ സെല്ലിനെ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഔട്ടർ ലൈനിങ് നല്ല തിക്കായിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ മേലുള്ള ഈ ചീക്ക് സെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഔട്ടർ ലൈനിങ് അങ്ങനെ തിക്കായിട്ട് തീരെ തോന്നുന്നില്ല, ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് പോലെയല്ലേ തോന്നുന്നത്. അതിന് മുമ്പ് ഇവർ തന്ന ഈ ഡയഗ്രാമിലും അങ്ങനെ ഔട്ടർ ലൈനിങ് ഒന്നും കാണുന്നില്ല. സോ അതെന്താണെന്ന്, അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ. മെത്തേഡ് ഓഫ് പ്രിപ്പയറിങ് സ്ലൈഡ് അത് നോക്കാം. റിമൂവ് ദ ഡ്രൈ ഔട്ടർ ലെയർ ഓഫ് ദ ഓണിയൻ, ദെൻ പീൽ ഓഫ് ദ തിൻ ലെയർ ഫ്രം ദ ഫ്ലഷി പാർട്ട്. കീപ് ദിസ് ഇൻ വാട്ടർ ഇൻ എ വാച്ച് ഗ്ലാസ്. ആഫ്റ്റർ സ്റ്റെയിനിങ്, സാഫ്രൻ എന്ന് പറഞ്ഞ സ്റ്റെയിനാണ് യൂസ് ചെയ്തത്. ഡൈ. സോ നമ്മളിപ്പോൾ ഓൾറെഡി 2 ടൈപ്പ് ഓഫ് ഡൈനെ പറ്റി പഠിച്ചു. ഒന്നിപ്പോൾ ഇവിടെ സാഫ്രൻ യൂസ് ചെയ്തു, വേറെ ഒന്ന് മിഥിലീൻ ബ്ലൂ. നമ്മൾ ചീക്ക് സെൽസിന് വേണ്ടിയിട്ട് മിഥിലീൻ ബ്ലൂ സ്റ്റെയിനാണ് യൂസ് ചെയ്തത്. ആൻഡ് ഓണിയൻ പീലിന് നമ്മളിവിടെ സാഫ്രൻ എന്ന് പറഞ്ഞ സ്റ്റെയിനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെയിൻ പറഞ്ഞാൽ കളർ, ഡൈ. ഓക്കെ. ആഫ്റ്റർ സ്റ്റെയിനിങ് സാഫ്രൻ ആൻഡ് ഇറ്റ്, പ്ലേസ് എ സ്മോൾ പോർഷൻ ഓൺ എ സ്ലൈഡ് ബൈ യൂസിങ് എ ബ്രഷ്. കവർ ഇറ്റ് വിത്ത് കവർ ഗ്ലാസ്. എന്നിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് സെൽസ് ടു. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഈ ഓണിയൻ പീലിൻ്റെ സെല്ലിന് ഔട്ട്ലൈൻ എന്താ ഇത്ര തിക്ക്, ചീക്ക് സെൽ എന്താ നമുക്ക് ഔട്ട്ലൈൻ കാണാൻ പറ്റാത്തത്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടൂ കേട്ടോ. ഞാൻ ആൻസർ പറയാൻ പോവാന്നു. അതിൻ്റെ മുമ്പ് തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ട് വരും. Okay, I hope you have commented. So the reason why
plant cells have a thick outer lining is because they have cell wall. സോ നമ്മളൊരു സാധാരണ സെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ പ്ലാന്റ് സെല്ലിൽ സെൽ മെംബ്രെയിൻ്റെയും പുറത്ത് ഒരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിനെ നമ്മൾ സെൽ വാൾ എന്നാണ് പറയുക. അതൊരു തിക്ക് ഔട്ടർ കവറിങ് ആണ്. ആ കവറിങ് ആ സെല്ലിനെ പുറത്തുള്ള എൻവയൺമെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ സെൽ വാൾ കൊണ്ടാണ് പ്ലാന്റ് സെൽസിൻ്റെ ഔട്ട്ലൈന് ഇത്ര തിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് സെൽസ് ടു. സോ നമ്മൾ ഹ്യൂമൻസിൽ വേറെ വേറെ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ആനിമൽസിൽ വേറെ വേറെ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സോ സിമിലർലി പ്ലാന്റ്സിലും വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ദർ ഇസ് എ ഡൈവേഴ്സിറ്റി ഇൻ ദ പ്ലാന്റ് സെൽസ്. ഹാവൻറ്റ് യു ഒബ്സർവ്ഡ് ഗാർഡ് സെൽസ് ഇൻ യുവർ ലോവർ ക്ലാസ്സസ്? ഗാർഡ് സെൽസ് എന്താ നിങ്ങൾക്കറിയില്ലേ? സ്റ്റൊമാറ്റോൻ്റെ അവിടെയുള്ള ആ സെൽസിനെയാണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പിരേഷൻ. ഇറ്റ് ഹെൽപ്സ് വിത്ത് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഡോണ്ട് യു സീ അതർ സെൽസ് ഓൾസോ വിത്ത് ഗാർഡ് സെൽസ് ഇൻ ദ ഗിവൻ ഫിഗർ? സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് സെൽസ് ഇങ്ങനെ ഓപ്പനിങ് വേറൊരു ഷേപ്പുള്ള ഈ രണ്ട് സെൽസ് ആണ് ഗാർഡ് സെൽസ്. ബാക്കി സെൽസ് നമ്മൾ നോർമൽ പ്ലാന്റ് സെൽസ് ആണ്. Are the guard cells, the other cells in the leaves and the cells in the onion peels same in shape and size? So ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി 3 ടൈപ്പ് ഓഫ് സെൽസ് നിങ്ങൾക്ക് കണ്ടു. അവർ വേറെ വേറെ ടൈപ്സ് ആണ്, വേറെ വേറെ ഷേപ്പ് ആണ്, വേറെ വേറെ സൈസ് ആണ്. കമ്പയർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസ് ഇൻ യുവർ സയൻസ് ഡയറി. സോ ഇതിൽ എന്തൊക്കെ ഡിഫറൻസ് ആണോ അത് നിങ്ങൾ ആലോചിച്ചാൽ, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണോ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഷേപ്പാണോ, ഇത് ഗാർഡ് സെൽ വേറെ ടൈപ്പ് ഓഫ് ഷേപ്പാണോ അല്ലേ? Are the parts you have labeled in animal cells seen in plant cells too? Is there any part in a plant cell which is not there in animal cell? നിങ്ങൾക്ക് അറിയാത്ത വേറെ ഏത് പാർട്ടാണ് ഉള്ളത്? അങ്ങനെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. But we have observed that the outline of the plant cell is much more thicker. So that means നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വാൾ ഉണ്ട്, അതുകൊണ്ടാണോ അതൊരു പാർട്ട് വേറെയാണോ? സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും. സെൽ മെംബ്രെയിൻ രണ്ടിലും ഉണ്ട്, പ്ലാന്റ് സെല്ലിലും ഉണ്ട്, അനിമൽ സെല്ലിലും ഉണ്ട്. വാക്യൂൾ പറഞ്ഞാൽ ഒരു കാലിയായിട്ടുള്ള സ്ഥലം, ആ സ്ഥലം വെറുതെ ഇങ്ങനെ സ്പേസ് എടുക്കുന്ന സ്ഥലമാണ്. ഈ അനിമൽ സെൽസിൽ ചെറിയ വാക്യൂൾസ് ആയിരിക്കും, പ്ലാന്റ് സെൽസിൽ വലിയ വാക്യൂൾസ് ആയിരിക്കും. ഓക്കെ, സോ സെൽ വാൾ വെറും പ്ലാന്റ് സെൽസിലേ ഉള്ളൂ, അനിമൽ സെൽസിലില്ല. അത് ആ ഔട്ടർ ലൈനിങ്, തിക്ക് ഔട്ടർ ലൈനിങ് ഇല്ലേ, അതാണ് സെൽ വാൾ. സൈറ്റോപ്ലാസം രണ്ടിലും ഉണ്ട്. സെൽ മെംബ്രെയിനും ന്യൂക്ലിയസിൻ്റെ നടുവിലുള്ള ഏരിയ ആണ് സൈറ്റോപ്ലാസം. ക്ലോറോപ്ലാസ്റ്റ് വെറും പ്ലാന്റ് സെൽസിലേ ഉള്ളൂ. ക്ലോറോപ്ലാസ്റ്റ് എന്താ, കളർ കൊടുക്കുന്ന ഒരു സെൽ ഓർഗനൽ ആണ്. സോ അത് ക്ലോറോഫിൽ ഗ്രീൻ കളർ കൊടുത്തതാണ് ക്ലോറോഫിൽ. അത് ഇറ്റ് ഹാസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ഇറ്റ്. സോ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും രണ്ടിലും ന്യൂക്ലിയസ് ഉണ്ട്, വിച്ച് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ സെൽ. Compare the figures and consolidate your findings in the table. So we just compared. You can do this activity by your own. So നിങ്ങൾക്ക് ഇത് ഏതിലാന്നുള്ള ടിക്ക് ചെയ്ത് കൊടുക്കാം. We just compared it. Okay. You have noticed the differences between plants and animal cells. So ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. Write down your findings in the science diary. Are the different parts of a plant made up of similar kinds of cells? So ഓരോ പാർട്ടും സെയിം ടൈപ്പ് ഓഫ് സെല്ലിനെ കൊണ്ടായിരിക്കും ഉണ്ടാക്കുക, അതിൽ വേറെ വ്യത്യാസമായിട്ടുള്ള സെൽസും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പ്ലാന്റ് സെൽസ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ടാവും, പക്ഷേ അതിൽ നടുവിൽ ഗാർഡ് സെൽസ് ഉണ്ടാവും. ഓക്കെ, ടേക്ക് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ടെൻഡർ സ്റ്റെം ഓഫ് എ പ്ലാന്റ് യൂസിങ് എ ഷാർപ്പ് ബ്ലേഡ്. ഇറ്റ് ഷുഡ് ബി തിൻ ആൻഡ് കംപ്ലീറ്റ്. പ്ലേസ് ദ സെക്ഷൻ ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. സോ ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നമ്മളൊരു പ്ലാന്റിൻ്റെ ബ്രാഞ്ചിനെ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലേഡ് എടുത്ത് വളരെ തിന്നായിട്ടുള്ള അതിൻ്റെ സർക്കിൾ കട്ട് ചെയ്തെടുക്കുക, വളരെ തിന്നായിട്ട്. അതിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ ആയിരിക്കും കാണാൻ സാധിക്കുക. സോ ഇതിൻ്റെ ഔട്ടർ ലെയറിൽ ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ഫുള്ളുള്ളത്. പിന്നെ നടുവിൽ നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ഓഫ് സെൽസ് ഇങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും നടുവിൽ വേറെ ടൈപ്പ് ഓഫ് സെൽസ് ഇവിടെ കാണാൻ പറ്റും. സോ അവർ ഗ്രൂപ്പായിട്ട് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യു സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, പല ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, ബട്ട്
സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ഗ്രൂപ്പ് ടുഗെദർ ആണ്. ഓക്കെ, we have learned that body of animals and plants are made up of cells. Plants and animals have cells that differ in shape and size. The life sustaining activities take place by the coordination of these cells. So നമ്മൾ പ്ലാന്റ്സും അനിമൽസും സെൽസിന് പല പല ടൈപ്പ് ഓഫ് സെൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അവർ ഷേപ്പും സൈസും ഒക്കെ വേറെ വേറെ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മളെല്ലാ ജീവിച്ചു കൊണ്ടിരിക്കാൻ ഉള്ള ആക്ടിവിറ്റീസ്, നമ്മൾ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ സെൽസ് കൊണ്ടാണ് നടക്കുന്നത്. സോ സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ ലൈഫ്. സെൽസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ please subscribe to the channel. All the best.